ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അത് കുറേ നാൾക്ക് മുന്നേ ഉള്ള വീഡിയോസാണ്. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. ഓർമ്മയുള്ളതൊക്കെ പറയാനുണ്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. 5 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് ഏട്ടൻ്റെ അച്ഛനും ജോലിയുണ്ട്, വേറെ ആർക്കും ജോലിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. ഏട്ടന് ജോലി ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ ഭാര്യ കൂടെ എണീക്കും കേട്ടോ. അമ്മയ്ക്ക് വയ്യ, അമ്മ കിടക്കണം, ഷുഗറൊക്കെ ഉണ്ട്. അമ്മ അങ്ങനെ എണീക്കും. അമ്മയ്ക്ക് പറ്റുവാണെങ്കിൽ അമ്മ എണീറ്റ് എല്ലാം ചെയ്യും കേട്ടോ വെളുപ്പിൽ. അല്ലെങ്കിൽ അമ്മ രാവിലെ തന്നെ എണീക്കുള്ളൂ. അല്ലാതെ നമുക്ക് കഞ്ഞിയും കറിയൊക്കെ വയ്ക്കുന്ന അമ്മ തന്നെയാണ് കേട്ടോ. പിന്നെ തലേദിവസത്തെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചൂടാക്കി എടുക്കും. ചോറ് തലേദിവസത്തെ ഉണ്ടെങ്കിൽ നമ്മളതാട്ടോ ചൂടാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ വയ്ക്കും. അപ്പോൾ ഇന്ന് ചോറില്ല, അപ്പോൾ ഞാൻ കുക്കറിലിട്ട് രാവിലെ ഒരു ഗ്ലാസ് അരിയിട്ട് പെട്ടെന്ന് വേണം അരിയാൻ കേട്ടോ. അതിട്ട് ചോറ് വെച്ച് ബീട്രൂട്ട് തോരനും മീൻ പൊരിച്ചതും ഉണ്ട് ചോറിന്. പിന്നെ മീൻകറി വേറെ രസം എന്തോ അമ്മ വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ കൊടുത്തുവിടാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോറ് വെന്താന്ന് നോക്കണ്ട. അപ്പോൾ ലാസ്റ്റ് കുറച്ച് എന്തോന്ന് പറയണത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ വിസിലിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് പോകണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒന്ന് പിച്ചാത്തി വെച്ചിട്ട് ഇളക്കി ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ പോയി അരി വെന്താന്ന് നോക്കിയപ്പോൾ അരി വെന്ത്. പിന്നെ ഒരു വാർക്കണ സംഭവത്തുണ്ടല്ലോ എന്നറിയാം, ഹോള് പോലത്തെ പാത്രം, അതിലിട്ട് വാർക്കാൻ കരുതി. അപ്പോൾ അവിടെ ഇരുന്ന് അത് തോർന്ന് വന്നോളൂ കേട്ടോ വെള്ളം. അപ്പോൾ ചോറ് നല്ല ഇതായിരിക്കും എന്ന് കരുതിയിട്ട് അത് വാർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാണ്ട. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കെട്ടണം. അതാണ് ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ചോറ് കെട്ടിയിട്ട് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു തോരൻ പുറത്ത് വെച്ച് കൊടുക്കണം ചോറിൻ്റെ. പിന്നെ ഞാൻ കരുതി തോരൻ പുറത്ത് വെക്കേണ്ട, ഏട്ടാ അതുപോലെ വന്നിട്ട് പറയും ചോറ് ഉച്ചയൊക്കെ ആകുമ്പോൾ ചോറ് ഇതാവുമല്ലോ, അപ്പോൾ എല്ലാം കൂടെ കിടന്ന് മിക്സ് ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാനത് കവറിലാക്കി ചോറിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് പൊരിച്ച മീനും അങ്ങനെ തന്നെയാണ് വെച്ച് കൊടുത്തത്. പിന്നെ അടുക്കള ഫുള്ളും കഴുകി ഒതുക്കി, പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കിയിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്തോടെ ഞാൻ മുകളിൽ വന്ന് നോക്കിയപ്പോഴത്തേനും നല്ല മഴ വീണുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെടി ഇത് അടുക്കള ഇരുന്നുണ്ടോ, അതിനെ ഞാൻ കൊണ്ട് മുകളിൽ വെച്ചതാണ്. പിന്നെ ഈ ശാന്ത് പൊട്ട് ഇത് മണപ്പിച്ച് നോക്കി വരുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമുണ്ട്. കുഞ്ഞിലെ മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പൊട്ടാണ്. ഈ 10 രൂപ എന്തേ ഉള്ളൂ കേട്ടോ ശാന്ത് പൊട്ടെന്ന് പറയുന്നത്. കാരണം കുഞ്ഞിലെ മുതലേ ഈ പൊട്ടിനാണ് കൂടുതലും വെക്കാറുള്ളത്. സ്റ്റിക്കർ പൊട്ടൊന്നും അധികം അങ്ങനെ വെക്കാറൊന്നുമില്ല. സ്റ്റിക്കർ പൊട്ട് വാങ്ങിത്തരും അമ്മ, പക്ഷെ എന്നിരുന്നാലും എൻ്റെ കുഞ്ഞിലെ അതായത് ഒരു 4ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ഈ പൊട്ട് തന്നെയാണ് വെക്കാറുള്ളത്. വച്ചിട്ട് ഒരു കോവി പൊട്ട് വെക്കും. ഇന്ന് എൻ്റെ മൂക്കും ഞാൻ അത് തന്നെയാണ് വെച്ച് കൊടുത്തത്. പിന്നെ ജസ്റ്റ് അവളെ അംഗൻവാടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേനും പോകണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തിട്ടുണ്ട്. അവൾക്ക് അവളെ തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ പോണതിന് മുന്നേ ഞാൻ കഞ്ഞിക്ക് ഇട്ടിട്ട് പോകുന്നു. അപ്പോൾ വരുമ്പോഴത്തേനും വെള്ളം ചൂടായി കിടക്കുമ്പോൾ കൈയോടെ നമുക്ക് അരി ഇടാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് അംഗൻവാടിയിൽ കൊണ്ടുവിടാൻ വേണ്ടി പോണ ടൈമിൽ. പിന്നെ അവളെയും കൊണ്ടിട്ട് അവളെയും നോക്കി ഓരോ ഗോഷ്ടികൾ കാണിച്ചിരിക്കുക, എൻ്റെ ഫോൺ നോക്കിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആൾ. പക്ഷെ ഇന്നാൾ കരഞ്ഞൊന്നുമില്ല കേട്ടോ, നല്ല ഉഷാറായിട്ട് ഇട്ട് പോയത്. നമ്മളിതിൻ്റെ അംഗൻവാടി പോണ ടൈമിൽ വേറൊരു ചേട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതെന്തിനാണ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏതോ സംഭവത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ അവിടെ ഇങ്ങനെ സ്കൂട്ടി നിൽക്കണുണ്ടെങ്കിൽ ഇങ്ങനെ വിട്ടപ്പോഴത്തേനും അവളെ അങ്ങ് തെറിച്ചുപോയി. പിന്നെ അത് ഞാൻ അടുത്ത് തലയിൽ വെച്ച് കൊടുത്തിട്ട് എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് ആൾ പോകണുണ്ട് കേട്ടോ. നല്ല കൊച്ചായിട്ട് ഇന്ന് പോകുന്നുണ്ട്. എനിക്ക് ഉമ്മയൊക്കെ തന്നുകൊണ്ട് ചില ടൈമുകളിൽ ഇങ്ങനെ ചിണുങ്ങിയിരിക്കും, ചില ടൈമുകളിൽ താനെ പോകും. പിന്നെ അംഗൻവാടിയിൽ ആൾ പോയി തുടങ്ങിയതിന് ശേഷം ആൾക്ക് കുറേ മാറ്റങ്ങളെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ചെരുപ്പ് ഊരിയിടാനും ചെരുപ്പിടാനും, പിന്നെ ചോറ് വാരി കഴിക്കും. പക്ഷേ എന്നിരുന്നാലും കുറേ കാര്യങ്ങൾക്കൊക്കെ ആൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അംഗൻവാടി വിട്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ അങ്ങനെ അവളെയും വിട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ആടിപ്പാടി പോണ ടൈമിൽ എനിക്കൊരു ഇതാണ് കേട്ടോ, എങ്ങനെയെങ്കിലും അംഗൻവാടി പോട്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ പോയിട്ട് വരുമ്പോൾ എന്താ സങ്കടം പോലെ. പിന്നെ അവളെ കൊണ്ടിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ കൈയോടെ തന്നെ അരി ഇടാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ കൊഴുക്കട്ട എന്തോ ഉണ്ടോ കാപ്പിക്കുള്ളത്, ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ്. അപ്പോൾ പോയിട്ട് എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. പിന്നെ ഞാൻ അരിയിട്ടിട്ട് കഴിക്കാൻ, അപ്പോൾ വേവുമല്ലോ എന്ന് കരുതിയിട്ട്. ചില ടൈമുകളിൽ എനിക്ക് വേവ് നോക്കാനൊന്നും അറിഞ്ഞൂടാ കേട്ടോ, അങ്ങനെ അധികമായിട്ട്. വേവ് കുറഞ്ഞ അരിയൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെയും കുഴപ്പമില്ലാതെ വേവ് നോക്കും. പക്ഷെ എനിക്ക് വേവ് കൂടിയ അരിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ വേവ് നോക്കാൻ. കാരണം ഒരിക്കൽ ഇതുപോലെ ഒരു കലം ചോറ് വേവിച്ച് പായസം പോലെ ആക്കിയിട്ടാണ്. പക്ഷേ നല്ല പായസം പോലെ ആയില്ല, അതെന്തോ ഭാഗ്യമാണ്. എന്നാലും എല്ലാവരും കഴിച്ചിട്ടു. കാരണം ഈ ഒരു വലിയ കലത്തിലാണ് ഇട്ട് വെച്ചത്. അപ്പോൾ അത്രയും ചോറ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ.
അങ്ങനെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കൊഴുക്കട്ട കഴിച്ചിട്ടോ. ഞാൻ എടുത്തിട്ട് ഞാൻ വെച്ച് എനിക്ക് ഇത്രയും വേണ്ട, ഞാൻ കൊണ്ട് കളഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഞാൻ തിരിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നെനിക്ക് തുണി നനയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ തിരിക്കാമെന്ന് അമ്മ അവിടെ മീൻ കഴുകിക്കൊണ്ടിരിക്കാനായിട്ടുണ്ട് അമ്മ. അപ്പോൾ അത് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ തിരികെ വയ്ക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, മാറി മാറി ചെയ്യും. ഓരോരുത്തർ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ആൾ വന്ന് ഇതുപോലെ തേങ്ങ തിരിക്കും, എന്തെങ്കിലും ചെയ്യും. ചിലപ്പോൾ അമ്മ തന്നെ തേങ്ങ തിരിക്കും. ആളെ തന്നെ ഏട്ടൻ്റെ വൈഫാണ്. അങ്ങനെയൊക്കെ. ചിലപ്പോൾ ഏട്ടൻ്റെ അനിയത്തിയുണ്ട്, അപ്പോൾ ആൾ ചിലപ്പോൾ ചെയ്യും. അങ്ങനെയൊക്കെ. പിന്നെ ഞാനാണ് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് മൂടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ജോലിയും പെട്ടെന്ന് ചെയ്യും കേട്ടോ. മൂടില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇരുന്ന് ചെയ്യും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കൊച്ചു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ക്ലീനിങ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അതിൽ പിന്നെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്കിതൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആൾ വന്നിട്ട് മാസ്ക് വെക്കണം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പൊടിയുണ്ടടാ ഇവിടെ, പക്ഷേ എനിക്ക് പൊടി ഭയങ്കര അലർജിയൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും പൊടി അടിക്കുന്ന ടൈമിലൊരു ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ പിന്നെ അത്രയും വലിയ പൊടിയൊന്നുമില്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പിന്നെ വലിയ ക്ലീനിങ് വീഡിയോ ഒന്നും അതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളല്ലേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ വലിയ ക്ലീനിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മാസ്കോ നമുക്ക് കർച്ചീഫോ എന്തെങ്കിലും നമ്മൾ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഫാനൊക്കെ നമ്മൾ തുടയ്ക്കുന്ന ടൈമിൽ പിന്നെ അത്രയും വലിയ ഇതായിട്ടൊന്നും ക്ലീൻ ആക്കാത്തതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് തുണി നനയ്ക്കേണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ മുക്കി വെച്ചിട്ട് തൂക്കാമെന്ന് കരുതി പോയിട്ടോ. എൻ്റെ കാലെന്ത് ഇങ്ങനെ ഇരിക്കുകയും ചോദിക്കരുത്. എൻ്റെ സ്റ്റാൻഡ്, എനിക്ക് കുഞ്ഞൊരു ട്രൈപോഡ് ഉണ്ടായിരുന്നു. അത് സെൽഫി സ്റ്റിക്ക് പോലത്തെ ട്രൈപോഡ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടോ. അത് വെച്ചാൽ ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ളൊരു ട്രൈപോഡായിരുന്നു. പക്ഷെ അതെൻ്റെ മോളൂത് കൊണ്ട് നടന്ന് പൊട്ടിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറിയാണ് നിന്നത്, വേറെ വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നത്തെ വ്ളോഗ് കണ്ടറിയാം, അതിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന ടൈമിൽ പിന്നെ ഏട്ടനെ കൊച്ചുകൊണ്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ മാറി മാറി എടുത്തെടുത്ത് ആ ട്രൈപോഡ് പൊട്ടിപ്പോയിട്ട് അത് വെച്ച് ഇതാക്കാമായിരുന്നു. ഞാൻ വെച്ച് വേറെ വാങ്ങാൻ വിചാരിച്ചു. പിന്നെ അത് വാങ്ങാൻ നടന്നില്ല. നീണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് കുഞ്ഞ് സെൽഫി സ്റ്റിക്ക് പോലത്തെ ട്രൈപോഡ്, അതാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. കാരണം നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ പറയില്ല, അത് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ തുടക്കക്കാരല്ലേ, അപ്പം നമുക്ക് അത് എത്രത്തോളം ഇതാവും. എനിക്ക് യൂട്യൂബിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് ഇതിലാണ് കേട്ടോ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. പിന്നെ അകത്ത് വെച്ചിട്ട് എന്ത് വീഡിയോസ് തൂക്കണയൊക്കെ എടുക്കാത്ത എന്താണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ലൈറ്റിംഗ് ഒന്നും കാണുമല്ലോ കേട്ടോ, നല്ല ഇതായിട്ട് തോന്നും, മങ്ങൽ പോലെ. അപ്പോൾ അതാണ് ഞാൻ അകത്ത് വെച്ച് വീഡിയോ എടുക്കാത്തത്. പിന്നെ എല്ലാവരും ഇരിപ്പുണ്ട് അകത്ത്. അപ്പോൾ ഞാൻ എങ്ങനെ അകത്ത് വെച്ചെടുക്കും, അവർക്കൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ ഓരോരുത്തർ ഇരിക്കുന്ന ഓരോ രീതിയിലായിരിക്കും ഡ്രസ്സിങ് എന്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചെടുക്കാമെന്ന് കരുതിയത് വീഡിയോസ്. പിന്നെ നമ്മളിത് റെൻറ്റിനാണ് താമസിക്കുന്നത്. നമ്മളിനിപ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോകും കേട്ടോ. പിന്നെ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. എനിക്ക് ഇനിയിപ്പോൾ നമ്മൾ 300 ആയില്ല, 300 ആവാൻ പോകണം കേട്ടോ. എനിക്കെന്തായാലും സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇത്രയും വരെ 200 ആവുമെന്നൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തോ 1K ആയ പോലത്തെ ഫീലാണ് എനിക്ക്. 1K ആയപ്പോൾ എനിക്ക് ഇത്ര സന്തോഷമാകുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആളേ അല്ല. പിന്നെ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല, ഇഷ്ടപ്പെടാത്തവരുണ്ട്. പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ എന്നെ കളിയാക്കുന്നവരുണ്ട്. പകുതി എനിക്ക് മടിയാണ്, പിന്നെ എനിക്ക് പേടിയുണ്ട് കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ. പുറത്തൊക്കെ പോകുമ്പോൾ വീഡിയോസൊക്കെ എടുക്കണമുണ്ട്. പിന്നെ ആൾക്കാരെന്ത് വിചാരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴത്തേനാ വേണ്ട എന്നൊക്കെ വിചാരിക്കും കേട്ടോ. അതൊക്കെ മാറ്റിയെടുക്കണം. ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. മുന്നേക്ക് ഇങ്ങനെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യാനും എനിക്ക് വലിയ എഡിറ്റിങ്ങെന്ന് പറഞ്ഞുകൂടെ. പക്ഷേ എന്നാലും വോയിസ് ഓവർ കൊടുക്കണം എല്ലാം അടിച്ചു ഞാൻ അങ്ങ് ഡിലീറ്റ് ആയി കളയും കേട്ടോ ഓരോ വീഡിയോസും. പിന്നെ അങ്ങനെ ഓരോ കമൻറ്റ് കാണുമ്പോഴും സബ്സ്ക്രൈബർ കൂടുന്ന കാണുമ്പോഴൊക്കെ സന്തോഷം തോന്നും. അപ്പോൾ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് ഒരുവിധം സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടി വരുമ്പോഴത്തേനും അതിപ്പോൾ 200 ആയെന്ന് വെച്ചാൽ പിന്നെ അത്
199 ആവും. കാരണം നമ്മൾ അറിയാമെന്നുള്ളവർ തന്നെ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് വിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അറിയാമെന്നുള്ളവരായിരിക്കണം, അറിഞ്ഞൂടാത്തവരങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മളെ ഇഷ്ടപ്പെട്ട് ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണമായിരിക്കും. ചിലപ്പോൾ നമ്മളെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണവരായിരിക്കും. പിന്നെ അവർ വന്നിട്ട് അത് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകണമുണ്ട്. അതിനോടൊന്നും എനിക്ക് കുഴപ്പമില്ല. കാരണം നമ്മളെ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ എന്തായാലും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെന്നെ കമൻറ്റ് ചെയ്ത് പറയട്ടോ. പിന്നെ തുണിയൊക്കെ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുണിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് തുണി വിരിക്കണം. കാരണം ഇന്ന് മോൾ അംഗൻവാടിയിൽ വിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ആളുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല കേട്ടോ. കാരണം ആളുടെ കാര്യം നോക്കണം. പിന്നെ നേരത്തെ ഇഴിക്കണ ദിവസം ആയതും കൂടെ കൊണ്ടാവണ്ട തുണിയൊക്കെ നനയ്ക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ മടിച്ചിരിക്കും. പിന്നെ ഒരുപാട് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഏട്ടനൊക്കെ ഉണ്ടെങ്കിൽ കുളത്തിൽ കൊണ്ടുപോയിട്ട് നനയ്ക്കട്ടോ. കൂടുതലും ഏട്ടൻ്റെ കൂടെ അല്ല കുളത്തിലൊക്കെ പോകാറുള്ളത്. ഏട്ടൻ്റെ അമ്മ എല്ലാവരുമായിട്ടാണ് കേട്ടോ പോകാറുള്ളത് കുളത്തിലൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇങ്ങോട്ട് വരണോ അങ്ങോട്ട് വിരിക്കണോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പേൻ്റല്ലേ അതൊക്കെ ഫുള്ള് അങ്ങോട്ട് വിരിക്കുക എന്നിട്ട് ഇങ്ങോട്ട് വിരിക്കാമെന്നൊക്കെ. പിന്നെ തുണിയൊക്കെ ഇഴിച്ച് കഴിഞ്ഞതിന് ശേഷം തുണിയൊക്കെ ഇഴിച്ച് കഴിഞ്ഞ് ഏകദേശം കുളിച്ചൊക്കെ വന്നപ്പോൾ തന്നെ മോളെ വിളിക്കാറായപ്പോഴത്തേനും ഞാൻ പിന്നെ താഴെ പോയി ചോറൊക്കെ കഴിച്ചിട്ടാണ് മോളെ വിളിക്കാൻ. ചില ടൈമുകളിൽ ഞാൻ ഇങ്ങനെ മോളെ വിളിച്ചിട്ട് വന്നിട്ടാണ് ചോറ് കഴിക്കാറില്ല. കാരണം 3:30 ആളെ വിളിക്കാൻ പോകും. അപ്പോൾ ആളെ വിളിച്ചിട്ട് വന്നിട്ടാണ് ചോറ് കഴിക്കുന്നത്. ചില ടൈമിൽ അവൾ ചോറ് കഴിക്കും, ചില ടൈമിൽ അവൾ ചോറ് കഴിക്കില്ല. അവിടെ നിന്ന് ചിലപ്പോൾ ഉപ്മാവ് ഇതൊക്കെ കഴിക്കും. ചില ദിവസം ടീച്ചർ പറയും അവൾ കഴിച്ചില്ല കേട്ടോ, ഉപ്മാവ് പായസം അങ്ങനെയൊക്കെ കൊടുക്കുമല്ലോ നുറുക്ക് ഗോതമ്പിലെ അങ്ങനെയൊക്കെ. അപ്പോൾ അവർ കഴിച്ചില്ലെന്ന് പറയും. കഴിച്ചില്ല എന്ന് പറയുന്ന ദിവസം അവൾ ചിലപ്പോൾ വീട്ടിൽ വന്ന് കഴിക്കട്ടെ. ചില സമയം പറഞ്ഞ ടൈമിൽ തന്നെ അവൾ പറയും അമ്മ ചോറ് വേണം എന്നിങ്ങനെ ചോദിക്കും. പിന്നെ ദോശ മാവുണ്ടെങ്കിൽ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കുഞ്ഞു ദോശ നമ്മൾ ചുട്ട് കൊടുക്കുന്നുണ്ട്. അവൾക്ക് കൂടുതൽ കഴിക്കാൻ ഇഷ്ടം മറ്റേ നോർമൽ ദോശയെക്കാട്ടിലും കുഞ്ഞു ദോശയാണ് ആൾക്ക് കൂടുതൽ ഇഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ അവിടെ വെച്ചിരുന്ന ഫോൺ കാറ്റത്ത് ഇങ്ങനെ താഴെ വീഴുന്ന കേട്ടോ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറയില്ലേ കുളിക്കാൻ പോയിരുന്നു. തുണിയൊക്കെ നനച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഒരു സ്കിൻ കെയർ ചെയ്യുന്നത് വേറെ ഒന്നും ഇടാറില്ല കേട്ടോ. പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇടാറുണ്ട്. പിന്നെ കരി എഴുതും, പൊട്ട് വയ്ക്കും, അത്രയൊക്കെ തന്നെയാണ്. പിന്നെയും ഞാൻ ആ ചാന്ത് പൊട്ടെടുത്തിട്ടുണ്ട് പൊട്ട് വയ്ക്കാറുള്ളത്. എനിക്കിത് ചില ടൈമുകളിൽ എനിക്കതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പോഴത്തേനും ഞാൻ അതെടുത്തിട്ട് വയ്ക്കും കേട്ടോ. ചാന്ത് പൊട്ട് വാങ്ങാൻ മെയിൻ കാരണം വേറെ ഒന്നുമല്ല. കാരണം കുഞ്ഞ് ഉണ്ടായ ടൈമിൽ ഇങ്ങനെ കരി വെച്ച് പൊട്ട് വെച്ചുകൂടാ. മാമനുള്ളത് കൊണ്ട് എനിക്കൊരു അനിയനാണുള്ളത്. അപ്പം മാമനുണ്ടെങ്കിൽ അത് മാമന് ദോഷമാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ കുറേ പേരിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേനും എല്ലാവരും പറയുന്ന പോലെ ചാന്ത് പൊട്ട് വാങ്ങിച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ ചാന്തിലിങ്ങനെ കരി കിട്ടും. ഈ ചാന്തിൽ തന്നെ കരി ചാന്തുണ്ട് കേട്ടോ, അത് വാങ്ങിച്ച് വെച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഒരുങ്ങി പിന്നെ താഴെ പോയി ചോറെടുത്തിട്ടാണ്. ചോറിന് ഇന്ന് കഴിക്കാനുള്ളത് ചോറും മീൻകറിയും പിന്നെ എൻ്റെ ഏലത്തിൽ ബീട്രൂട്ട് തോരനും പിന്നെ അമ്മ ഒരു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ നമ്മളെ പടവലങ്ങ അങ്ങനെ എന്തോ നമ്മളിവിടെ പടവലങ്ങ എന്ന് പറയുക, അവിടെയൊക്കെ പടവലങ്ങ എന്നായിരിക്കും തന്നെയല്ലേ. പടവലങ്ങ തോരനും ബീട്രൂട്ട് തോരനും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്നും രസവും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഉള്ള വീഡിയോസാണ്, എനിക്കതൊന്നും ഓർമ്മയില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം ആളെ വിളിക്കാൻ പോയി കേട്ടോ. പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് ആളെ വിളിച്ചിട്ട് വന്നപ്പോഴത്തേനും ആൾക്ക് ഭയങ്കര കളിയും ഓട്ടവും കാര്യങ്ങളൊക്കെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ആളുടെ കൂടെ അംഗൻവാടി പോകുന്ന ഒരു കുഞ്ഞ് ബാക്കിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ കണ്ടപ്പോഴത്തേനുള്ള ഇളക്കമുണ്ട്. പിന്നെ ആൾക്ക് കൂടുതൽ എൻ്റെ അടുത്ത് തന്നെയാണ് ഉണ്ട് ഇളക്കം കൂടുതൽ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ അടിയും കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. വഴക്ക് പറയും എല്ലാം ചെയ്യും. പക്ഷെ എന്നാലും അവൾ ഓടി എൻ്റെ അടുത്ത് വരും കേട്ടോ. നമ്മളെ റൂം മുകളിലായതുകൊണ്ട് ഇപ്പോൾ താഴെ നിന്ന് എന്നെ കണ്ടില്ലെങ്കിൽ ആൾ ഓടി മുകളിൽ വരും. ഇപ്പം ഞാൻ മുകളിലില്ലെങ്കിൽ പോലും എൻ്റെ അടുത്ത് വരും കേട്ടോ ഓടി. എൻ്റെ അടുത്തല്ല, മുകളിൽ ഇങ്ങനെ വന്നിട്ട് ഞാൻ ഇങ്ങനെ കതക് പൂട്ടിയാണിട്ടിങ്ങനെ
അതായത് നമ്മൾ ഫുൾ ടൈം താഴെ ഇരിക്കുന്ന ടൈമിൽ മുകളിലെ റൂം പൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾ എന്നെ കണ്ടില്ലെങ്കിൽ ഓടി മുകളിൽ കയറും. ചിലപ്പോൾ ഞാൻ താഴെ നിൽക്കുന്നത്, ചിലപ്പോൾ ഞാൻ ബാത്റൂമിലായിരിക്കും. എങ്കിലും അവൾ എന്നെ കണ്ടില്ലെങ്കിൽ കരഞ്ഞ് മുകളിൽ വരും കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഉടനെ അവൾ ഓടി എൻ്റെ അടുത്താണ് ഉണ്ടാവുക. ഇപ്പം നിങ്ങൾ പറയും പിന്നെ അമ്മയുടെ അടുത്ത് തരാതെ വേറെ ആൾക്ക് തരാമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ചില പിള്ളേർ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ അച്ഛനോ അച്ഛാമ്മയുടെ അടുത്തോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ പോകും. പക്ഷേ ഇവൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കാരണം അവൾക്ക് ആ ഒരു സ്പേസ് നമ്മൾ കൊടുക്കണത് ആരാണോ അവരുടെ അടുത്തല്ല നമ്മൾ ഓടി ആദ്യം പോവുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ മേലൊക്കെ കഴുകി കൊടുത്തിട്ട് അംഗൻവാടിയിൽ പോയിട്ട് വന്നതിന് ശേഷം മേലൊക്കെ കഴുകി കൊടുത്ത് ഞാൻ തലയൊക്കെ കെട്ടിക്കൊടുത്തു. കാരണം ആളുടെ മുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ അച്ഛന് അതേ മുടിയാണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ അവൾ പെൺകുട്ടിയും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ കെട്ടി പരീക്ഷിക്കുക. ഇപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ കെട്ടി പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ ഇട്ട് ഇതാക്കിയതിന് ശേഷം എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ടോ. കാരണം രാത്രിയുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്ര വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ ചായ കുടിക്കുന്നവരെ. പിന്നെ എല്ലാവരുടെ ഫ്രണ്ടിൽ ഇപ്പോൾ എടുക്കാത്തെന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ ഇതുണ്ടല്ലോ, പ്രൈവസി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുള്ള വീഡിയോസ് എടുക്കണം എന്ന് പറഞ്ഞാൽ അവർ എതിരെന്നല്ല ഞാൻ പറയണത്, എന്നിരുന്നാലും അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, വർത്താനം പറയും, എല്ലാവരും കൂടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. ചില സമയത്തൊന്നും പറയൂല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടെ. ബൈ.